താജ്മഹലിന് തേജോ മഹാലയ എന്ന് പേര് നൽകിയത് ഒരു പി എൻ ഓക്ക് എന്ന് പറയുന്ന ഒരു സംഘപരിവാർ എഴുത്തുകാരനാണ്. അയാളൊരു മെയിൻ സ്ട്രീം ചരിത്രകാരന്മാർ അദ്ദേഹത്തെ എന്താണ് പറയുക, ഒരു സ്യൂഡോ ഹിസ്റ്റോറിയൻ എന്നാണ് പറയുക. അപ്പോൾ താജ്മഹൽ മുമ്പ് ഒരു ഹിന്ദു ക്ഷേത്രമായിരുന്നു എന്ന് ആദ്യമായി വാദിക്കുന്ന അദ്ദേഹമാണ്. 1989 ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് അദ്ദേഹം. അപ്പോൾ താജ്മഹൽ എന്ന പേര് അത് തേജോ മഹാലയ ആയതാണ്. അതിനുശേഷം അതിൻ്റെ ആ ഒരു പ്രയോഗം ഉണ്ടല്ലോ, അതിന് ഒരുപാട് കോമഡി വേർഷൻസ് പിന്നീട് ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം ഓസ്ട്രേലിയ, അത് പിന്നീട് റീസർഫേസ് ചെയ്ത് വരുന്നത് ഷേക്സ്പിയർ അത് റീസർഫേസ് ചെയ്ത് വരുന്നത് പിന്നീട് മോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. കാരണം അത് ആരും സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല, അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് സീരിയസ് ആയിട്ട് എടുത്തില്ല, പിന്നെ തമാശയായി മാറുകയാണ് ചെയ്തത്. ഓസ്ട്രേലിയ അസ്ത്രാലയ എന്ന ശ്രീ രവിശങ്കറിൻ്റെ പ്രയോഗം, അങ്ങനെ കുറേ അധികം കാര്യങ്ങളുണ്ട്. ഇത് സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല എന്ന് പറയാൻ കാരണം ഇദ്ദേഹം എഴുതിയിട്ടുള്ള കാര്യങ്ങൾ, ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇദ്ദേഹം തന്നെ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒന്നാം വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് 2000 ആണ്ടിൽ മറ്റാണ് സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ട്. ഇങ്ങനെ തന്നെ സുപ്രീം കോടതി അത് അനുവദിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. വാജ്പേയി സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും കേന്ദ്ര ഗവൺമെൻറ്റിനെയും ഇത് കെട്ടുകഥയാണ്, ഇത് സമ്മതിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പല വട്ടങ്ങളിൽ ഇവർ ശ്രമിച്ചിട്ടുണ്ട്. മുമ്പ് ആഗ്രയിലെ ഒരു കോടതിയിൽ പോയിട്ടുണ്ട്, ആഗ്ര കോടതി തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഇത്തരം കേസുകൾ നിൽക്കുന്നുണ്ട്. പി എൻ ഒക്ക് 2007 മരിച്ചുപോയി. അപ്പോൾ അതിനുശേഷം ഈ പ്രധാനമായി ഹിന്ദു മഹാസഭയ്ക്കാണ് ഇങ്ങനെ കോടതിയിൽ ഇത്തരം ഹർജികൾ അടിച്ചില്ല. അങ്ങനത്തെ ഹർജികൾ പലതും പെൻഡിങ് ഉണ്ട്, ചിലത് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അതാരും സീരിയസ് ആയിട്ട് എടുക്കാറില്ല. ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇത് ആഗ്രയിലൊരു കോടതി കൊടുത്തിട്ട് ആഗ്രയിൽ കോടതി തള്ളിയ കാര്യമാണ്. പിന്നീട് ഹൈക്കോടതിയിൽ വന്നപ്പോൾ ഒരു ജഡ്ജിക്ക് തോന്നുകയാണ് അത് അങ്ങനെ അന്വേഷിച്ച് കളയാം, ASCVക്ക് നോട്ടീസ് കൊടുക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു രസം എന്താണെന്ന് വെച്ചാൽ, നമ്മളതിനെ തമാശയായിട്ട് കാണുന്നുണ്ട് പലരും. ഒന്ന്, താജ്മഹൽ എന്ന് പറയുന്നൊരു നിർമ്മിതി, ഒരു മോണ്യുമെൻറ്റിൻ്റെ ഒരു വെയിറ്റ് ഉണ്ട്, ഒരു വാല്യൂ ഉണ്ട്. അത് ലോകതലത്തിൽ തന്നെ ഒരു 7 അത്ഭുതങ്ങളിലൊന്നാണ്. യുനെസ്കോയുടെ കൾച്ചറൽ ഹെറിറ്റേജ് പട്ടികയിലുള്ളൊരു സ്ഥലമാണ്. ലോകം മുഴുവൻ അംഗീകരിക്കുന്നൊരു മോണ്യുമെൻ്റാണത്. അതിനെതിരെ ഒരു കെട്ടുകഥയുമായിട്ട് ഒരാൾ വരിക, അതിന് കോടതി അനുമതി കൊടുക്കുക എന്നുള്ള, ഇന്ത്യയിൽ അത് സാധ്യമാണെന്നുള്ളതാണ് പ്രശ്നം. ഇന്ത്യയിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ, ഇന്ത്യയുടെ ഒരു നീതിന്യായ വ്യവസ്ഥയിലേക്ക് ഇപ്പോൾ അത് സാധ്യമാണ്. ഏത് സ്ഥലത്തെക്കുറിച്ചും അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കാം. അങ്ങനെ ഒരു പ്രസിഡൻറ്റ് സെറ്റ് ചെയ്തിട്ടാണ് ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പോയത്. നമുക്കറിയാം, മറ്റേ ഏത് മസ്ജിദായിരുന്നു, ഗ്യാൻവാപ്പി മസ്ജിദിൽ സർവേ നടത്താൻ വേണ്ടിയുള്ള അനുമതി കൊടുത്തതോടുകൂടി അതൊരു പ്രസിഡൻ്റായി. കാരണം നമുക്ക് ഇന്ത്യയിലൊരു നിയമം നിലനിൽക്കുന്നുണ്ട്. ആ നിയമത്തിന് വിരുദ്ധമായൊരു സുപ്രീം കോടതി ഉത്തരവായിരുന്നു അന്നുണ്ടായിരുന്നത്, ഗ്യാൻവാപ്പിയിൽ സർവേ നടത്താനുള്ള ഉത്തരവ്. അപ്പോൾ അതൊരു പ്രസിഡൻ്റായി. ഇനിയിപ്പോൾ ആർക്കും, ഏത് കോടതിക്കും, ഏത് കീഴ്ക്കോടതി, നമ്മൾ അന്ന് തന്നെ ഇത് പറഞ്ഞിട്ടുള്ളതാണ്, ഇന്ത്യയിലുള്ള ലക്ഷക്കണക്കിന് വരുന്ന ഇത്തരത്തിലുള്ള ചരിത്ര സ്മാരകങ്ങളിലൊക്കെ അടിയിൽ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് അന്വേഷിക്കാൻ ഏത് കോടതിക്കും ഉത്തരവിടാൻ കഴിയും വിധം അപകടകരമായ ഒരു ഉത്തരവായിരുന്നു, സർവേ നടത്താനുള്ള ഉത്തരവായിരുന്നു ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അന്ന് നടത്തിയത്. അപ്പോൾ അതിൻ്റെ ആ പ്രീസിഡൻസ് വെച്ചിട്ടാണ് ഇപ്പോൾ അത് ചെയ്യുന്നത്. ഇതിൻ്റെ നിയമവശം എന്താണ്, ഇയാൾ എന്തെങ്കിലും രേഖകൾ ഹാജരാക്കിയിട്ടുണ്ടോ ഹർജിയിൽ, ഏതെങ്കിലും ഒരു രേഖകൾ, ഇത് അങ്ങനെ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടെന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും രേഖകൾ ഉണ്ടോ? ഒന്നുമില്ല. ഇത് മുമ്പ് ഇതേ രേഖകളില്ല എന്ന് പറഞ്ഞ് സുപ്രീം കോടതി തള്ളിയൊരു സംഭവമാണ്. ഇപ്പോൾ ഒരു സൈറ്റ്, അത് പഴയ ഏതോ ക്ഷേത്രം പൊളിച്ചിട്ടാണ് ഉണ്ടാക്കിയെന്നൊരു വാദം തന്നെ കൊണ്ടുവരാൻ നിൽക്കുക. അതിന് ആധാരമായ എന്തെങ്കിലും ചരിത്രപരമായ വസ്തുതകൾ, അല്ലെങ്കിൽ ഈ നിൽക്കുന്ന ഈ ബിൽഡിങ് തന്നെ ക്ഷേത്രമായിരുന്നു എന്ന് തെളിയിക്കാനായ എന്തെങ്കിലും ഒരു തെളിവ്, അതൊന്നുമില്ലാതെയാണ് അന്ന് ഹർജി തള്ളിയത്. ഇപ്പോൾ പുതുതായിട്ട് എന്തെങ്കിലും തെളിവ് വന്നിട്ടുണ്ടോ? ഇല്ല. ആകെയുള്ളത് എന്താണ്, DY ചന്ദ്രചൂഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് പ്രസിഡൻ്റാണ്. അതേ തുടർന്ന് ഇപ്പോൾ ഒരു കോടതിക്ക് തോന്നുകയാണ് നോട്ടീസ് അയക്കാമെന്ന്. അപ്പോൾ ഇത് എന്തുകൊണ്ട് ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. ഇപ്പോൾ ഇത്തരം ഒരു വിഷയം ഉയർന്നു വരുമ്പോൾ, ഇപ്പോൾ RSS ഇത്തരത്തിലുള്ള കുറേ അധികം ഹർജികൾ, ഈ ഗ്യാൻവാപ്പി പള്ളിയെ തുടർന്നുള്ള ഹർജികൾ വന്നപ്പോൾ RSS മേധാവി മോഹൻ ഭാഗവത് പറഞ്ഞത്, ഇങ്ങനെ എല്ലാ പള്ളികളുടെ അടിയിൽ ക്ഷേത്രമുണ്ടോ എന്ന് തപ്പിയെടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിരുന്നു. അത് അതിശക്തമായ വിമർശനം ലോകതലത്തിൽ തന്നെ ഉയർന്ന സാഹചര്യത്തിലാണ്. ഇപ്പോൾ ഇതിപ്പോൾ പോകുന്ന അയാൾ ഹിന്ദു മഹാസഭക്കാരനാണ്, അഡ്വക്കേറ്റ്, എന്തോ ഒരു ജെയിനാണ്. അദ്ദേഹം ഹിന്ദു, അപ്പോൾ ഇത് ഞങ്ങളല്ലല്ലോ, RSS അല്ല, BJP അല്ല, അത് അവരാണ് എന്ന് പറഞ്ഞ് ഒഴിയുകയാണ് ചെയ്യുക. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഇത്തരത്തിലുള്ള ഹർജികൾ ധാരാളമായി ഉണ്ടാവണമെന്നാണ് സംഘപരിവാർ ആഗ്രഹിക്കുന്നത്. ഇതിങ്ങനെ തർക്കങ്ങളിൽ നിൽക്കണം, അരക്ഷിതാവസ്ഥയിൽ നിൽക്കണം. ഈ പറയുന്ന എല്ലാ ചരിത്ര നിർമ്മിതികളുടെ മേലിലും ക്ലെയിം ഉന്നയിക്കപ്പെട്ട് കിടക്കണം. അതിപ്പോൾ മധുരയിലെ ഷാഹി മസ്ജിദ്, മധുരയിലെ ഈദ്ഗാഹ് മസ്ജിദാണെങ്കിലും, എവിടെയാണെങ്കിലും, കാശി, മധുര, ബാക്കി എന്നുള്ള മുദ്രാക്കി ഇപ്പോഴും ഉണ്ട് BHPക്ക്. കുത്തബ് മീനാർ ആണെങ്കിലും, താജ്മഹലാണെങ്കിലും, അതിങ്ങനെ ഉയർത്തിക്കൊണ്ടേയിരിക്കുക. ഒരു ചരിത്ര കാലഘട്ടത്തെ ഇറേസ് ചെയ്യാൻ വേണ്ടി അവർ പാഠപുസ്തകത്തിൽ നിന്ന് ഇറേസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ ജീവിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ നിലനിൽക്കുന്ന ചരിത്ര സ്മാരകങ്ങൾ, അതുകൂടി ഇറേസ് ചെയ്യുക എന്നുള്ളവരുടെ ലക്ഷ്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ 1-2 മാസമായിട്ട് ഉത്തരേന്ത്യയിലെ പല നഗരങ്ങളിൽ നടന്നിട്ടുള്ള പള്ളി പൊളിക്കൽ മഹാമഹം നമുക്കറിയാം. ഈ പൊളിക്കപ്പെട്ട പള്ളികളൊന്നും പുതിയ പള്ളികളല്ല. അതാണ് അതിൻ്റെ ഏറ്റവും രസകരമായ കാര്യം. പുതിയതായി നിർമ്മിച്ച ഏതെങ്കിലും പള്ളികളല്ല കയ്യേറ്റെന്ന് പറഞ്ഞ് ഒഴിപ്പിക്കുക.
ഇന്ത്യ രൂപീകരിക്കുന്നതിന് മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിച്ച പള്ളികളാണ് സർക്കാർ ഭൂമി കൈയേറിയതാണെന്ന് പറഞ്ഞ് പൊളിച്ചു കളയുന്നത്. അതിൻ്റെ ലക്ഷ്യം ആ പള്ളികൾ കയ്യേറ്റം ചെയ്തു എന്നുള്ളതല്ല പ്രശ്നം, ആ ചരിത്ര സ്മാരകങ്ങളെ തുടച്ചു നിൽക്കുക എന്നുള്ളതാണ്. ആ പണിയാണ് ഇപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നുകിൽ ബുൾഡോസർ അയക്കുക, അല്ലെങ്കിൽ കോടതിയെ സമീപിക്കുക. ഇപ്പോൾ താജ്മഹലിനെ സംബന്ധിച്ച് ഈ കേസ് എങ്ങോട്ട് പോകാമെന്ന് ചിലപ്പോൾ ASI ഒരു സർവേ നടത്തിയേക്കാം, അവർക്കൊന്നും കിട്ടാനൊന്നും പോകുന്നില്ല. കാരണം ഇത്തരം വാദങ്ങൾ ബാലിശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചരിത്രകാരന്മാർ തള്ളിയതാണ്, കോടതികൾ തള്ളിയതാണ്. ഷാജഹാൻ ഒരു രാജാവിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് ഭൂമി വാങ്ങിയിട്ടാണ് ആ താജ്മഹൽ അവിടെ പണിതെന്നാണ് പറയുക. അപ്പോൾ ആ വാങ്ങിച്ച ഭൂമിയിൽ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നാണ് വാദം. അതിന് എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു തെളിവുമില്ല. അങ്ങനെ ചെയ്യുന്ന ഒരാളായിരുന്നില്ല ഷാജഹാൻ. ഒരു ദേവാലയം തകർത്തിട്ട് മറ്റൊരു മോണ്യുമെൻ്റ് പണിയുന്ന ഒരാളൊന്നും ആയിരുന്നില്ല അദ്ദേഹം. അങ്ങനെ ഒരു ആരോപണം തന്നെ ഷാജഹാനെതിരില്ല. അപ്പോൾ വെറുതെ അങ്ങ് ആരോപിക്കുകയാണ്, ഒരു തെളിവുമില്ലാതെ ആരോപിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, താജ്മഹലിൻ്റെ ഒരു ചരിത്രത്തെക്കുറിച്ചുള്ള സംശയം ഉന്നയിച്ചുകൊണ്ട് കോടതിയിൽ അടിച്ചു പോവുക എന്നൊക്കെ പറഞ്ഞാൽ ഇന്ത്യയെ ലോകം എങ്ങനെയായിരിക്കും കാണുക? ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകളുടെ മനസ്സിൽ വരുന്ന രൂപം താജ്മഹലാണ്. അല്ലാണ്ട് ഇന്ത്യയിലെ ധാരാവി പോലത്തെ ചേരികളോ അല്ലെങ്കിൽ ഇന്ത്യയിലെ വൃത്തിഹീനമായ റോഡുകളോ തോടുകളോ പട്ടിണിപ്പാവങ്ങളായ മനുഷ്യരല്ല ആളുകളുടെ കൺമുമ്പിൽ വരുന്ന ഒരു ചിത്രം. ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ ലോകത്തുള്ള മനുഷ്യരുടെ ഉള്ളിൽ തെളിഞ്ഞു വരുന്ന ചിത്രം താജ്മഹലാണ്. അപ്പോൾ അതിനെതിരെ ക്ലെയിം ചെയ്യുക, അത് പൊളിച്ചു കാണുമെന്ന് പറയുക, അതിൻ്റെ അടിമാന്ത്രം എന്ന് പറയുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ രംഗത്തൂരാണെന്ന് കരുതുക. അവർക്ക് ഈ രാജ്യത്തോട് എന്ത് സ്നേഹമാണുള്ളത്? ഈ രാജ്യത്തെ അവരെങ്ങനെയാണ് ലോകത്തിന് മുമ്പിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്നുകൂടി അവർ ആലോചിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിച്ചു വരും, ഇനി കൂടുതലായി വരും. ഇനി അടുത്ത കുത്തബ് മിനാർ വരും, മറ്റേതെങ്കിലും ചരിത്ര നിർമ്മിതി വരും. ഒന്നിനും മുഗൾ കാലത്തെ ഒന്നിനും രക്ഷയില്ലാത്തൊരവസ്ഥയിലേക്ക് ഇന്ത്യ പോയിക്കൊണ്ടിരിക്കുകയാണ്.